ഹായ് എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ടിങ്കിൾ ഖാന എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. ആ കഥയും അതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവും നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഫീനിക്സ് റൈസസ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫീനിക്സ് പക്ഷി. നമുക്കറിയാം, ചാരത്തിൽ നിന്നും വീണ്ടും ജന്മം കൊള്ളുന്ന പക്ഷിയാണ് ഫീനിക്സ്. എത്ര തകർന്നാലും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഉയർത്തെഴുന്നേൽക്കാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് തെളിയിച്ച അങ്ങനെയുള്ള ഒരു സാങ്കല്പിക പക്ഷിയാണ് ഫീനിക്സ് എന്ന് പറയുന്നത് അല്ലെ. റൈസസ് എന്ന ഉയർത്തെഴുന്നേൽക്കുക. അപ്പൊ എ ഫീനിക്സ് റൈസസ്, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ റൈസസ് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ് വരുന്നത്. അപ്പോ നമ്മൾ എത്ര തകർന്നാലും എത്ര മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോയാലും നമുക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ള കാര്യം പല ആൾക്കാരും തെളിയിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മളൊരു പാഠം പഠിച്ചിരുന്നു, ശ്രീകാന്ത് ബൊല്ലയുടെ ഒരു പാഠം പഠിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. എല്ലാവിധ തടസ്സങ്ങളെയും തകർത്തുകൊണ്ട് ഞാൻ പറക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മറ്റൊരു കഥയാണ് എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്നത്. ടിങ്കിൾ ഖാന എന്ന് പറയുന്ന ഒരു ബോളിവുഡ് ആക്ട്രസ്, മുമ്പ് നടിയായിരുന്നു. ആ നടി എഴുതിയിട്ടുള്ള ഒരു ചെറിയ കഥയാണ് ഇത്. യഥാർത്ഥ സംഭവവുമായി ബന്ധപ്പെട്ട കഥയാണ്. ഇതിലുള്ള കഥാപാത്രം ബബ്ലു എന്നുള്ള ഒരാളാണെങ്കിൽ പോലും യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ കഥയായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നീട് അതൊരു സിനിമയായിട്ട് മാറിയിട്ടൊക്കെ ഉണ്ട്. പാഡ്മാൻ എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് 2018-19 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നാഷണൽ അവാർഡൊക്കെ നേടിയൊരു സിനിമയായിരുന്നു. ഈ ഓതറായിട്ടുള്ള ടിങ്കിൾ ഖാന എന്ന് പറയുന്നത് നമ്മുടെ അക്ഷയ് കുമാർ, ഹിന്ദി നടനായിട്ടുള്ള അക്ഷയ് കുമാറിന്റെ ഭാര്യയാണ്. അവർ എഴുതിയിട്ടുള്ള ഒരു ചെറിയ കഥയാണ് എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓതറിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ടിങ്കിൾ ഖാന വാസ് ബോൺ ഇൻ 1973 ഇൻ മുംബൈ. 1973 മുംബൈയിലായിരുന്നു അവർ ജനിച്ചത്. ഷി ബിഗാൻ ആക്ടിംഗ് ഇൻ ഫിലിംസ് ഇൻ 1995. 1995 സിനിമകളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയിരുന്നു. ഇൻ 2002 ഷി എംബാർക്ക്ഡ് ഓൺ എ ന്യൂ കരിയർ ആസ് എൻ ഇന്റീരിയർ ഡിസൈനർ. 2002 ഇന്റീരിയർ ഡിസൈൻ ആയിട്ടുള്ള മറ്റൊരു ജോലി അവർ തിരഞ്ഞെടുത്തു. ലേറ്റർ ഷീ എസ്റ്റാബ്ലിഷ്ഡ് ഹെർസെൽഫ് ആസ് എൻ ഓതർ ആൻഡ് കോളമിസ്റ്റ്. പിന്നീട് ഒരു ഓതറായിട്ടും എഴുത്തുകാരിയായിട്ടും കോളമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പത്രത്തിൽ, പ്രസ്സിൽ, മാഗസിനിലൊക്കെ സ്ഥിരമായിട്ട് എഴുതുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരു കരിയർ ആണ് ചൂസ് ചെയ്തത്. ഇൻ 2015 ഹെർ ഫസ്റ്റ് ബുക്ക് മിസ്സസ് ഫണ്ണി ബോൺസ് ബിക്കെയിം എ ബെസ്റ്റ് സെല്ലർ. 2015 അവരുടെ ആദ്യത്തെ ബുക്കായിട്ടുള്ള മിസ്സിസ് ഫണ്ണി ബോൺസ് എന്ന് പറയുന്ന ബുക്ക് അത് ഏറ്റവും വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമായിട്ട് മാറി. ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് ഈസ് ദ കളക്ഷൻ ഓഫ് സ്റ്റോറീസ്. അവർ എഴുതിയിട്ടുള്ള ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന് പറയുന്ന ഒരു പുസ്തകം കളക്ഷൻ ഓഫ് സ്റ്റോറീസ്, ഒരുപാട് കഥകൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകമായിരുന്നു. ഇൻ വിച്ച് ദ ടെയിൽ ഓഫ് ദ സോഷ്യൽ എന്റർപ്രണർ പത്മശ്രീ അരുണാചലം മുരുകാനന്ദം ഇസ് പോർട്രേഡ്. ആ ഒരു പുസ്തകത്തിലായിരുന്നു നമ്മളിവിടെ പറയുന്ന അരുണാചലം മുരുകാനന്ദൻ എന്ന് പറയുന്ന ആൾ, അതായത് ഈ കഥയിൽ ബബ്ലു എന്നുള്ള പേരിലാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അയാളുടെ കഥയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ആ പുസ്തകത്തിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ സ്റ്റോറി ഇൻസ്പയർഡ് ദ നാഷണൽ അവാർഡ് വിന്നിംഗ് ഫീച്ചർ ഫിലിം പാഡ്മാൻ. ഈ ഒരു കഥയിൽ നിന്നും നാഷണൽ അവാർഡ് ലഭിച്ച ഒരു പാഡ്മാൻ എന്ന് പറയുന്ന സിനിമ പോലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പാഡ്മാൻ എന്ന് പറയുന്ന സിനിമ ഇദ്ദേഹത്തിന്റെ, അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥയിൽ നിന്നും ഉൾത്തിരിഞ്ഞുണ്ടായ ഒരു സിനിമയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കഥയാണ്. അതിൽ നിന്നൊരു കഥയുണ്ടായി, പിന്നീട് ഒരു സിനിമയുണ്ടായി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഈ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് മുകളിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ പറയുന്നത് നമുക്ക് നോക്കാം. ശ്രീകാന്ത് ബൊല്ല says, the world may look at you and say, you cannot do it. Look at the world and say, I can do anything. What do you understand from these words? ശ്രീകാന്ത് ബൊല്ല says, ശ്രീകാന്ത് ബൊല്ല പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച പാടുണ്ട് അല്ലെ, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന സ്പീച്ച്. അതിൽ ശ്രീകാന്ത് ബൊല്ല പറയുന്നുണ്ട് ഏറ്റവും അവസാനത്തിൽ. എന്താണ് അദ്ദേഹം പറയുന്നത്? ദി വേൾഡ് മേ ലുക്ക് അറ്റ് യു ആൻഡ് സേ. ഈ ലോകം നിങ്ങളെ നോക്കി പറഞ്ഞേക്കാം. എന്താണ് ഈ ലോകം നിങ്ങളെ നോക്കി പറയുക? യു ക്യാൻ നോട്ട് ഡു ഇറ്റ്. നിനക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് ഈ ലോകം മുഴുവൻ നിങ്ങളെ നോക്കി പറഞ്ഞേക്കാം. ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ. നിങ്ങൾ ഈ ലോകത്തെ തിരിച്ചു നോക്കിയിട്ട് പറയണം. അപ്പൊ അങ്ങനെ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നവരോട് നിങ്ങൾ തിരിച്ചു പറയണം. എന്താ പറയേണ്ടത്? ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും, എന്നെ കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് നിങ്ങൾ തിരിച്ചു പറയും. വാട്ട് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഫ്രം ദീസ് വേർഡ്സ്, ഈ വാക്കുകളിൽ നിന്ന്. അപ്പൊ നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയും, നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത് അല്ലെ. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് അനദർ യങ് മാൻ ഹു ദോ ഐസൊലേറ്റഡ് ബൈ സൊസൈറ്റി സ്റ്റിൽ ബിക്കെയിം ആൻ ഐക്കൺ ഓഫ് പെർസെവറൻസ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് അനദർ യങ് മാൻ. മറ്റൊരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
ഹു അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? ദോ ഐസൊലേറ്റഡ് ബൈ സൊസൈറ്റി, സമൂഹത്താൽ ഒറ്റപ്പെടേണ്ടി വന്ന ഒറ്റപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹവും. സ്റ്റിൽ ബിക്കെയിം, എന്നിട്ടും അദ്ദേഹം ആയി തീർന്നു ആൻ ഐക്കൺ ഓഫ് പെർസേവിയസ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന സാമൂഹിക പ്രതിബദ്ധത, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു കമ്മിറ്റ്മെന്റുള്ള ഒരാള്. പെർസേവിയൻസ്, അദ്ദേഹം എന്താണ്, നിരന്തരമായിട്ട് പ്രയത്നം ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഐക്കൺ, ഒരു അടയാളമായിട്ട് മാറിയ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ശ്രീകാന്ത് പോലെ തന്നെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അയാൾ എന്ത് ചെയ്തു? അയാള് നിരന്തരമായിട്ട് അയാളെ പ്രയത്നിച്ചു, അയാളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ളതായിട്ട് മനുഷ്യനായിട്ട് മാറി. ലെറ്റ്സ് നമുക്ക് വായിച്ചു നോക്കാം, നമുക്ക് പഠിക്കാം. മോർ അബൌട്ട് ഹിം, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. അപ്പോ അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന ഒരാളുടെ യഥാർത്ഥ കഥയാണ് ഇവിടെ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന കഥയായിട്ട് എഴുതിയിട്ടുള്ളത്. ഇതിൽ അദ്ദേഹത്തിന്റെ പേരിന് പകരം ബബ്ലു കേവറ്റ്സ് എന്നുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. എ ഫീനിക്സ് റൈസസ്, ടിങ്കിൾ ഖാന. എന്താണ്, തുടങ്ങുന്നത് എങ്ങനെയാണ് നോക്കാം. ബബ്ലു കേവത്ത് ഹാഡ് ബീൻ അൻ ഇൻഡിഫറൻറ്റ് സ്റ്റുഡന്റ് അറ്റ് ബെസ്റ്റ്. ബബ്ലു കേവത്ത് എന്ന് പറയുന്ന ഈ കഥയിലെ കഥാപാത്രം, അദ്ദേഹം ഹാഡ് ബീൻ അൻ ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻസ്, അദ്ദേഹം ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. താല്പര്യമില്ലാത്ത, അലക്ഷ്യമായ, ഒരു ലക്ഷ്യമൊന്നും ഇല്ലാതെ, ഒരു താല്പര്യം ഇല്ലാതെ, ഒരു ലേസി ആയിട്ടുള്ള, മടിയനായിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. അറ്റ് ബെസ്റ്റ്, അതിൽ അദ്ദേഹം ബെസ്റ്റ് ആയിരുന്നു. അപ്പൊ ഏറ്റവും മടിയനായിട്ടുള്ള, ഏറ്റവും താല്പര്യമില്ലാത്ത, ഏറ്റവും അലക്ഷ്യമായിട്ട് പെരുമാറുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഹി സ്റ്റിൽ റിമെമ്പേഴ്സ്, അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നു. ഹിസ് സയൻസ് ടീച്ചർ, അദ്ദേഹത്തിന്റെ സയൻസ് ടീച്ചർ അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മിസ്സിസ് ശർമ്മ, ആ ടീച്ചറുടെ പേര് ശർമ്മ എന്നായിരുന്നു. ആൻഡ് ദ എഗ് ഇൻക്യുബേറ്റർ, അത് മാത്രമല്ല അദ്ദേഹം ഓർക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് എഗ് ഇൻക്യുബേറ്റർ? മുട്ട വിരിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനെയാണ് നമ്മൾ എന്താ പറയാ, എഗ് ഇൻക്യുബേറ്റർ എന്ന് പറയുക, ആ ഒരു യന്ത്രത്തിന്. അത് ദാറ്റ് ഹി ഹാഡ് മെയ്ഡ്, അദ്ദേഹം ഉണ്ടാക്കിയത് അണ്ടർ ഹെർ സൂപ്പർവിഷൻ, ആ ഒരു ടീച്ചറുടെ സൂപ്പർവിഷനിൽ, അതായത് മേൽനോട്ടത്തിൽ അദ്ദേഹം നിർമ്മിച്ച എഗ് ഇൻക്യുബേറ്റർ, മുട്ട വിരിയുന്ന യന്ത്രവും അതിനെ കുറിച്ചും അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ അയാളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സയൻസ് ടീച്ചർ ശർമ്മ എന്ന് പറയുന്ന സയൻസ് ടീച്ചർ ഉണ്ട്. ആ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു എഗ് ഇൻക്യുബേറ്റർ ഒക്കെ നിർമ്മിച്ചിരുന്നു. പക്ഷേ വെൻ ബബ്ലൂസ് ഫാദർ ഡൈഡ്, ബബ്ലുയുടെ അച്ഛൻ മരിച്ചപ്പോ, ലീവിങ് ഹിസ് മദർ സ്ട്രഗിളിങ്, അച്ഛൻ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചത്? ലീവിങ് ഹിസ് മദർ, അമ്മയായി, സ്ട്രഗിളിങ്, വളരെ ബുദ്ധിമുട്ടി, പ്രയാസപ്പെട്ടു ടു സപ്പോർട്ട് ഹെർ ഫാമിലി, സ്മോൾ ഫാമിലി, ആ ഒരു ചെറിയ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ അച്ഛൻ മരിച്ചതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്. ഹി ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ, അദ്ദേഹം സ്കൂൾ ഉപേക്ഷിച്ചു, നിർത്തി. ടു ഗെറ്റ് എ ജോബ്, ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹെൽപ്പ് ഹെർ ഔട്ട്, അമ്മയെ സഹായിക്കാൻ വേണ്ടി. അപ്പോ അച്ഛൻ മരിച്ച അമ്മ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അമ്മയെ സഹായിക്കാൻ വേണ്ടി സ്കൂളൊക്കെ നിർത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ജോലി നോക്കുകയാണ്. ഹി ജോയിൻഡ് എ വർക്ക്ഷോപ്പ് ആസ് എ ബസ് ബോയ്. അദ്ദേഹം ചേർന്നു. ഒരു വർക്ക്ഷോപ്പിലാണ് അദ്ദേഹം ചേർന്നത്. ആസ് എ ബസ് ബോയ്, ഒരു അസിസ്റ്റന്റ് ആയിട്ട്, ഒരു ഹെൽപ്പർ ആയിട്ട്. ഗെറ്റിംഗ് ടീ ഫോർ ദി ഓണർ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി? ഗെറ്റിംഗ് ടീ, ചായ കൊണ്ടുവരിക. ഫോർ ദി ഓണർ, അതിന്റെ മുതലാളിക്ക്, അതിന്റെ ഓണർക്ക്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ജോലി നേടി അവിടെ ആ മുതലാളിക്ക് ചായ കൊണ്ടു കൊടുക്കുന്ന ജോലിയായിരുന്നു. ഹി സ്ലോലി വോക്ക്ഡ് ഹിസ് വേ അപ് ടു ബിക്കമിങ് എ വെൽഡർ. അദ്ദേഹം പതിയെ വോക്ക്ഡ് ഹിസ് വേ, അദ്ദേഹത്തിൻ്റെതായ രൂപത്തിൽ ചെയ്തു. അപ് ടു ബിക്കമിങ്, ആയിത്തീരാൻ വേണ്ടിയിട്ട് എ വെൽഡർ, ഒരു വെൽഡർ. അപ്പൊ അദ്ദേഹം നിൽക്കുന്നത് ഒരു വർക്ക്ഷോപ്പിലായതുകൊണ്ട് തന്നെ പതിയെ ഒരു വെൽഡർ ആവാൻ വേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. ഗ്രാജുവലി, അങ്ങനെ കാലക്രമേണ, ഹി ടുക്ക് ഓവർ, അദ്ദേഹം എടുത്തു ദ മോർഗേജ് ഓഫ് ദ വർക്ക്ഷോപ്പ്, ആ വർക്ക്ഷോപ്പ് അദ്ദേഹം പണയത്തിനെടുത്തു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യും, താൽക്കാലികമായിട്ട് വാടകക്കോ അല്ലെങ്കിൽ വാടക തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കി നടത്താൻ വേണ്ടി ഏറ്റെടുക്കും അല്ലെ. അതേപോലെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പ് അദ്ദേഹം നോക്കി നടത്താൻ വേണ്ടി എടുത്തു. മോർഗേജ് എന്ന് പറഞ്ഞാൽ പണയത്തിനെടുക്കുക എന്ന് പറഞ്ഞാൽ നോക്കി നടത്താൻ വേണ്ടി എടുത്തു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം, ഹി റാൻ ദ ബിസിനസ് ഹിംസെൽഫ്, അയാൾ സ്വയം ആ ബിസിനസ് നടത്തി. ഗ്രോയിങ് ഇറ്റ് സ്റ്റഡിലി, അത് ഗ്രോയിങ്, ആ ബിസിനസ് എന്ത് ചെയ്തു, അദ്ദേഹം വളർത്തി. സ്റ്റഡിലി, സ്ഥിരമായിട്ട്, അതായത് നല്ലൊരു വളർച്ച ആ സ്ഥാപനത്തിനുണ്ടായി. ഇനി അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലേക്കാണ് അടുത്തതായിട്ട് പറയുന്നത്. ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് an arranged marriage after meeting just once briefly in the presence of both their families. ബബ്ലു ആൻഡ് ഗൗരി, ബബ്ലുവും ഗൗരിയും ഹാഡ് an arranged marriage, അവരുടെ കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ആഫ്റ്റർ മീറ്റിംഗ് ജസ്റ്റ് വൺസ്, ഒറ്റ പ്രാവശ്യം കണ്ടതിന് ശേഷം, ബ്രീഫ്ലി, അത് കുറഞ്ഞ സമയം. ഇൻ ദി പ്രസൻസ് ഓഫ്, ആരുടെ സാന്നിധ്യത്തിലാണ് അവർ കണ്ടുമുട്ടിയത്? ഓഫ് ബോത്ത് ദെയർ ഫാമിലീസ്, അവർ രണ്ടുപേരുടെയും കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അവരുടെ രണ്ടുപേരുടെയും. ചെറിയൊരു സമയം, ആ സമയത്തിനുള്ളിൽ കണ്ടുമുട്ടി, പെട്ടെന്ന് ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച ആൾക്കാരായിരുന്നു അത്. ആ കാണലിൽ അവരുടെ ബോത്ത് ഫാമിലീസും അവിടെ ഉണ്ടായിരുന്നു, രണ്ടാളുടെയും ഫാമിലീസും അവർ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നു. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ബബ്ലൂസ് മദർ ആൻഡ് യങ്ങർ സിസ്റ്റർ ഷാലു വർ ഡ്രിങ്കിങ് ടീ.
ബബ്ലുവിടെ അമ്മയും സിസ്റ്റർ ഏറ്റവും ഇളയ അനിയത്തിയായിട്ടുള്ള ഷാലു എന്ന് പറയുന്ന പെൺകുട്ടിയും വർ ഡ്രിങ്കിങ് ടീ, അവർ ചായ കുടിക്കുകയായിരുന്നു. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് തെരഞ്ഞുകൊണ്ട് ബബ്ലു സോണ്ടേഡ്, അദ്ദേഹം എന്ത് ചെയ്തു, ചുറ്റി നടന്നു ഔട്ട് ടു ദി ബാക്ക് പോർച്ച്, ആ വീടിന്റെ ബാക്കിലുള്ള പോർച്ച് വരെയൊക്കെ അദ്ദേഹം ഇങ്ങനെ ചുറ്റി നടന്നു നോക്കി. അപ്പൊ അമ്മയെയും ചെറിയ അനിയത്തെയും കാണുന്നുണ്ട്, ഭാര്യയെ കാണാത്തതുകൊണ്ട് ഭാര്യയെ തെരഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വീടിന് ചുറ്റും ഇങ്ങനെ നടന്നു. ഹി സോ, അദ്ദേഹം കണ്ടു ഗൗരി വാക്കിംഗ് ഹറീഡ്ലി, ഗൗരി എന്ന് പറയുന്ന അയാളുടെ ഭാര്യ ഉണ്ടല്ലോ, വാക്കിംഗ് ഹറീഡ്ലി, ധൃതിയിൽ നടക്കുന്ന അദ്ദേഹം കണ്ടു ടുവേർഡ്സ് ദ ബാത്റൂം, ബാത്റൂമിന്റെ നേരെ. ഹോൾഡിംഗ് എ റാഗ് ഇൻ ഹെർ ഹാൻഡ്, ഹോൾഡിംഗ് പിടിച്ചുകൊണ്ട്, എ റാഗ് ഒരു പഴയ കീറിയ തുണിക്കഷ്ണം, ഇൻ ഹെർ ഹാൻഡ് അവളുടെ കയ്യിൽ. അപ്പൊ കയ്യിൽ ഒരു തുണിക്കഷ്ണം പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് ധൃതിയിൽ ഓടുന്ന ഭാര്യയെ അദ്ദേഹം കണ്ടു. He came to know from her that women used rags instead of sanitary napkins. He came to know, അദ്ദേഹം അറിയാനിടയായി, ഫ്രം ഹർ അവളിൽ നിന്നും, ഗൗരി എന്ന് പറയുന്ന തന്റെ ഭാര്യയിൽ നിന്നും അദ്ദേഹം അറിയാനിടയായി. എന്താണ് അദ്ദേഹം അറിഞ്ഞത്? ദാറ്റ് വുമൺ യൂസ്ഡ് റാഗ്സ്, സ്ത്രീകൾ ഉപയോഗിച്ചത് റാഗ്സ് തുണികളാണെന്ന്, ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ്, സാനിറ്ററി നാപ്കിൻസിന് പകരമായിട്ട് സ്ത്രീകൾ അവിടെ തുണിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് അദ്ദേഹം അറിയാനിടയായി. എന്താണ് സാനിറ്ററി നാപ്കിൻസ് എന്ന് പറയുന്നത്? സ്ത്രീകൾ ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ സാനിറ്ററി നാപ്കിൻസിന് പകരമായിട്ട് സാധാരണ തുണിയാണ് അവിടെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് എന്ന് അദ്ദേഹം തന്റെ ഭാര്യയിൽ നിന്നും മനസ്സിലാക്കി. That evening, on his way back from the workshop, Bablu decided to surprise Gauri with a gift. That evening, അന്ന് വൈകുന്നേരം, on his way back, അദ്ദേഹം തിരിച്ചു വന്നപ്പോ, from the workshop, അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നപ്പോ, ബബ്ലു ഡിസൈഡഡ്, ബബ്ലു തീരുമാനിച്ചു, ടു സർപ്രൈസ്, നെട്ടിക്കാൻ, ഗൗരി വിത്ത് എ ഗിഫ്റ്റ്, ഗൗരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒരു സമ്മാനം കൊടുത്തുകൊണ്ട് ഞെട്ടിക്കാൻ, സർപ്രൈസ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹി വെന്റ് ടു എ സ്മോൾ സ്റ്റോർ, അദ്ദേഹം ഒരു ചെറിയ കടയിലേക്ക് പോയി. ദ സ്റ്റോർ കീപ്പർ, ആ സ്റ്റോർ കീപ്പർ, ആ കടയിലെ ആളുണ്ടല്ലോ, ക്വിക്ലി റാപ്പഡ്, പെട്ടെന്ന് പൊതിഞ്ഞു, ദ നാപ്കിൻ, ആ സാനിറ്ററി നാപ്കിൻ, അദ്ദേഹം ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങാനായിട്ടായിരുന്നു പോയിരുന്നത്, അത് പൊതിഞ്ഞു. പാക്ക് ഇൻ ആൻ ഓൾഡ് ന്യൂസ് പേപ്പർ, ഒരു പഴയ ന്യൂസ് പേപ്പറിൽ ആ സാനിറ്ററി നാപ്കിൻ അദ്ദേഹം പൊതിഞ്ഞു. ബബ്ലു വാസ് സ്റ്റാർട്ടിൽഡ്, ബബ്ലു നെട്ടിപ്പോയി, സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാൽ നെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടു. അറ്റ് ദ എക്സോബിറ്റൻ പ്രൈസ്, അമിതമായ വില കേട്ടിട്ട്. അപ്പോ ആ സാനിറ്ററി നാപ്കിൻസ് അദ്ദേഹം വാങ്ങാൻ പോയി, അതിന്റെ വില കേട്ട് അദ്ദേഹം നെട്ടിപ്പോവാണ്, സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാൽ അന്താളിച്ച് നിൽക്കുക. പക്ഷെ എങ്കിലും ഡ്യൂട്ടിഫുള്ളി, അദ്ദേഹത്തിന്റെ കർത്തവ്യബോധം കൊണ്ട്, അതായത് എന്തായാലും അദ്ദേഹത്തിന് ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പെയ്ഡ് ഹിം, അദ്ദേഹത്തിന് പണം കൊടുത്തു, 40 rupees, 40 രൂപ. അപ്പൊ അദ്ദേഹം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സാനിറ്ററി നാപ്കിൻസ് വാങ്ങാൻ വേണ്ടി ഒരു കടയിലേക്ക് പോവാണ്. ആ സാനിറ്ററി നാപ്കിൻസിന്റെ വില കേട്ടിട്ടാണ് അദ്ദേഹം നെട്ടുന്നത്. ഏകദേശം 40 രൂപയായിരുന്നു. അതൊരു വലിയ പ്രൈസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തു, ആകെ അത്ഭുതപ്പെട്ടു പോയി, നെട്ടിപ്പോയി. ഹി അൺറാപ്ഡ് ദ പാക്കറ്റ്, അദ്ദേഹം ആ പാക്കറ്റ് പൊതി അയച്ചു. അൺറാപ്ഡ് എന്ന് പറഞ്ഞാൽ പൊതി അയച്ചു, റാപ്പ് എന്ന് പറഞ്ഞാൽ പൊതിയുക, അൺറാപ്പ് എന്ന് പറഞ്ഞാൽ പൊതി അയക്കുക. ആൻ എക്സാമിൻഡ്, അദ്ദേഹം പരിശോധിച്ചു, ദ പാഡ്, അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആ പാഡ് ഉണ്ടല്ലോ, സാനിറ്ററി നാപ്കിൻ ഉണ്ടല്ലോ, ആ പാഡ് അദ്ദേഹം പരിശോധിച്ചു. ഇറ്റ് സീമഡ്, അത് കാണപ്പെട്ടു, ടു ബി ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ റാപ്ഡ് ഇൻ എ ഗോസ് ഷീറ്റ്. എന്താണ് ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ? ജസ്റ്റ് ഒരു വെറുതെയുള്ള ഒരു പരുത്തി, ഒരു പഞ്ഞി പോലെയുള്ള സാധനമായിരുന്നു. റാപ്പിഡ്, അത് പൊതിഞ്ഞിരിക്കുന്നു, ഇൻ ഗോസ് ഷീറ്റ്, ഒരു നേർത്ത തുണി കൊണ്ട്. അപ്പോ ഒരു നേർത്ത തുണി, അതിനുള്ളിൽ കുറച്ച് പഞ്ഞി, ഇത്ര മാത്രമേ അതിലുള്ളൂ എന്ന് അദ്ദേഹം നോക്കിയപ്പോൾ മനസ്സിലായി. ഹി പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹിസ് പാം, അദ്ദേഹം എന്ത് ചെയ്തു? ഹി പ്ലേസ്ഡ്, അദ്ദേഹം വെച്ചു, ഇറ്റ്, അത്, ഓൺ ഹിസ് പാം, അദ്ദേഹത്തിന്റെ കൈപ്പത്തിയിൽ, അയാൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചു, അതായത് കൈപ്പത്തിയിൽ വെച്ചു നോക്കി. എന്തിനാണ്? ട്രൈങ് ടു കാൽക്കുലേറ്റ്, അദ്ദേഹം ശ്രമിച്ചത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കൂട്ടാൻ വേണ്ടിയിട്ട്. ദ അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദി പാഡ്, ആ പാഡിന്റെ അപ്രോക്സിമേറ്റ് വെയിറ്റ്, ഏകദേശ കനം, വെയിറ്റ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് വെച്ച് നോക്കി. 10 grams, 10 ഗ്രാം. ഹി സെഡ് ടു ഹിംസെൽഫ്, അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. അപ്പോ ആ ഒരു 40 രൂപ കൊടുത്ത് വാങ്ങിയ ആ ഒരു പാഡ് ഉണ്ടല്ലോ, സാനിറ്ററി നാപ്കിൻ, അദ്ദേഹം അത് തുറന്നു നോക്കി. അതിലെന്താണ്? ഒരു നേർത്ത തുണി, അതിനുള്ളിൽ കുറച്ച് പഞ്ഞി, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കയ്യിൽ ഇങ്ങനെ തൂക്കി നോക്കാൻ വേണ്ടി കയ്യിലെടുത്ത് നോക്കി, എത്രയാണ് അതിന്റെ കനം? 10 grams, വെറും 10 ഗ്രാം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹാവിംഗ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് കോട്ടൺ യാൺ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഹാവിംഗ് സീൻ, കണ്ടിട്ടുണ്ട്, ഹിസ് ഫാദർ വർക്കിംഗ്, അദ്ദേഹത്തിന്റെ അച്ഛൻ ജോലി ചെയ്യുന്നത്, വിത്ത് കോട്ടൺ യാൺ, കോട്ടന്റെ പഞ്ഞു കൊണ്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, യാൺ എന്ന് പറഞ്ഞാൽ നൂല് പോലെയുള്ള സാധനങ്ങൾ, അതുകൊണ്ട് ജോലി ചെയ്യുന്നത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹി ന്യൂ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ദാറ്റ് 10 grams ഓഫ് കോട്ടൺ, ഈ ഒരു 10 ഗ്രാം കോട്ടൺ, ആ പഞ്ഞിക്ക് ആവശ്യമുള്ളത്, വുഡ് ബെയർലി കോസ്റ്റ്, അതിന് കഷ്ടിച്ച് ചെലവുണ്ടാകുക എത്രയാണ്? 10 പൈസ,
10 പൈസ മാത്രമേ ഉള്ളൂ ചെലവ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ അച്ഛൻ ഈ കോട്ടൺ കൊണ്ട് ഈ പഞ്ഞി കൊണ്ട് ജോലി ചെയ്യുന്നത് അയാൾ കണ്ടിട്ടുണ്ട്. ഒരു 10 ഗ്രാം പന്നിക്ക് ഏകദേശം കഷ്ടിച്ച് 10 പൈസയേ ആവുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പൊ വാങ്ങിയത് 40 രൂപക്കാണ്. 10 പൈസയും 40 രൂപയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ. പക്ഷേ ഹിയർ ഹി വാസ് പേയിങ് 4 rupees ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്സ്. ബട്ട് ഹിയർ പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അദ്ദേഹം എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഹിയർ ഈ വാസ് ഇവിടെ അദ്ദേഹം പേയിങ് പണം അടക്കുകയായിരുന്നു 4 rupees 4 രൂപ ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്സ്. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഓരോ പാഡിനും അദ്ദേഹം 4 രൂപ വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ വെറും 10 പൈസ ഇതിന് ചെലവേ ഉള്ളൂ, കഷ്ടിച്ച് അത്രയൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ അദ്ദേഹം അതിന് എത്ര രൂപ കൊടുത്തത്? ഓരോന്നിനും 4 രൂപ വെച്ച്. അതിനുള്ളിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ ഓരോ പാഡിനും 4 രൂപ വെച്ചിട്ടാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹി പുട്ട് ദ പാഡ് ബാക്ക് ഇൻ ദി പാക്കറ്റ്. എന്ത് ചെയ്തു? ഹി പുട്ട് അദ്ദേഹം വെച്ചു ദ പാഡ് ആ പാഡ് ബാക്ക് ഇൻ ദി പാക്കറ്റ് ആ പാക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വെച്ചു. ബാക്ക് ഹോം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തി. ബബ്ലു സീക്രട്ട്ലി ഹാൻഡഡ് ഓവർ. ബബ്ലു വളരെ രഹസ്യമായിട്ട്, സീക്രട്ട്ലി എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട്, ഹാൻഡഡ് ഓവർ കൈമാറി ദ പാക്ക് ടു ഗൗരി. ആ ഒരു പാക്ക്, സാനിറ്ററി നാപ്കിൻസിന്റെ പാക്ക് ഉണ്ടല്ലോ, അത് ഗൗരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത് വളരെ രഹസ്യമായിട്ട് അദ്ദേഹം കൈമാറി. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. ഇത് കിട്ടിയപ്പോ അദ്ദേഹം ഭാര്യക്ക് സർപ്രൈസ് ആയിട്ട് സമ്മാനം കൊടുത്തതാണ് അല്ലെ. പക്ഷെ എങ്കിലും ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. ഗൗരിക്ക് അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. നോട്ട് പ്ലീസ്ഡ് എന്നാണ്, സന്തോഷം ഉണ്ടായിരുന്നില്ല. ഗൗരി എന്താ പറയുന്നത്? ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവറി മന്ത് then let alone curd and ghee we will not even have enough money to buy milk. പറയാണ് ഇഫ് ഷാലു ആൻഡ് ഐ, ഷാലു ഞാനും, ഷാലു എന്ന് പറഞ്ഞാൽ അനിയത്തി, ഞാനും സ്റ്റാർട്ട് ബൈയിങ് വാങ്ങാൻ തുടങ്ങിയാൽ ദീസ് പാക്കറ്റ്സ് ഈ പാക്കറ്റുകൾ ഞങ്ങൾ വാങ്ങാൻ തുടങ്ങിയാൽ എവറി മന്ത് എല്ലാ മാസവും, അപ്പോൾ എല്ലാ മാസവും ഞങ്ങൾ രണ്ടാളും ഈ പാക്കറ്റ് വാങ്ങാൻ തുടങ്ങിയാൽ then let alone മാറ്റി നിർത്തിയാലും കേർഡ് ആൻഡ് ജി തൈരും അതുപോലെ തന്നെ നെയ്യും മാറ്റി നിർത്തിയാലും വി വിൽ നോട്ട് ഈവൻ ഹാവ് എനഫ് മണി നമുക്ക് പണം ഉണ്ടാകില്ല ടു ബൈ മിൽക്ക് പാല് വാങ്ങാൻ. അപ്പൊ ഞാനും ഷാലുവും കൂടി എന്ത് ചെയ്യാണ്? എല്ലാ മാസവും ഇതിന്റെ പാക്കറ്റ് വാങ്ങാൻ നിന്നാല് നമ്മൾ തൈരും അതുപോലെ തന്നെ നെയ്യും വാങ്ങിയില്ലെങ്കിലും എന്തിനു പണം ഉണ്ടാവില്ല, നമുക്ക് പാല് വാങ്ങാനുള്ള പൈസ ബാക്കി ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങാൻ വളരെ എക്സ്പെൻസീവ് ആണ്, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പണം ഉണ്ടാവില്ല എന്ന് ഭാര്യ പറയാണ്. ബബ്ലു ലുക്ക്ഡ് അറ്റ് ഹെർ ഡിജക്റ്റഡ്ലി. ബബ്ലു നോക്കി, അറ്റ് ഹെർ അവളെ നോക്കി, ഡിജക്റ്റഡ്ലി വളരെ ദുഃഖിതനായിട്ട് അദ്ദേഹം ആ ഭാര്യയെ നോക്കി. പക്ഷേ അദ്ദേഹം പിന്നീട് ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം എടുത്തു. ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്ട്, പുതിയൊരു പ്രൊജക്ട് തുടങ്ങാൻ അദ്ദേഹം ചെയ്തു, തീരുമാനിച്ചു. ഡിറ്റർമിൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ട് അതിന്റെ പിന്നാലെ കൂടുന്നതിനെയാണ് ഡിറ്റർമിൻ എന്ന് പറയുക, ദൃഢനിശ്ചയം നമ്മൾ പറയും. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങാനുള്ള ദൃഢനിശ്ചയം അദ്ദേഹം എടുത്തു. He pulled out a pair of scissors, a needle and some thread, cotton and cloth from his bag. He pulled out, അദ്ദേഹം പുറത്തെടുത്തു, a pair of scissors, ഒരു സിസേഴ്സ് നമ്മുടെ കത്രിക, a needle ഒരു സൂചി, and some thread കുറച്ച് നൂല്, cotton പഞ്ഞി, and a cloth ഒരു തുണിയും, from his bag അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന്. He began flattening, അദ്ദേഹം പരത്താൻ തുടങ്ങി. ഫ്ലാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തുക, അതിനെയാണ് ഫ്ലാറ്റിംഗ് എന്ന് പറയുക. ദ കോട്ടൺ ആ പന്നി അദ്ദേഹം പരത്താൻ തുടങ്ങി. ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് അയാളുടെ കൈകളിൽ വെച്ചിട്ട്. ആസ് ഏതുപോലെയാണ്? ഇഫ് ഹി വർ സ്പ്രെഡിങ് ഔട്ട്, അദ്ദേഹം പരത്തുന്ന പോലെ. സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ പരത്തുന്ന പോലെ. എന്ത് പരത്തുന്ന പോലെ? ഡഫ് മാവ്, കുഴച്ചു വെച്ച മാവ് ഉണ്ടാവില്ലേ? ടു മേക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചു വെച്ച മാവ് ഉണ്ടാവില്ലേ? അത് നമ്മൾ എന്ത് ചെയ്യും? വട്ടത്തിൽ പരത്തൂലേ? അതേപോലെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പന്നി എന്ത് ചെയ്തു? അദ്ദേഹം കയ്യിൽ വെച്ചിട്ട് പരത്താൻ തുടങ്ങി. Within 24 hours of first touching a sanitary napkin, Bablu had managed to make his own. എന്താണ് പറയുന്നത്? വിത്തിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ ഓഫ് ഫസ്റ്റ് ടച്ചിങ് എ സാനിറ്ററി നാപ്കിൻ, ആദ്യമായിട്ട് ഒരു സാനിറ്ററി നാപ്കിൻ കൈകൊണ്ട് തൊട്ടിട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ബബ്ലു മാനേജ് ചെയ്തു, കൈകാര്യം ചെയ്തു, ടു മേക്ക് ഹിസ് ഓൺ, അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടൊന്ന്. അപ്പൊ അദ്ദേഹം ഒരു സാനിറ്ററി നാപ്കിൻ കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് 24 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ, അതായത് വാങ്ങി അദ്ദേഹം കൈകൊണ്ട് നോക്കി, അത് പരിശോധിച്ചു, 24 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം എന്താണ് സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെങ്കിലും ഹി വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എ യൂസ്ഫുൾ വൺ. അദ്ദേഹത്തിന് സാധിച്ചില്ല ടു മേക്ക് ഉണ്ടാക്കാൻ എ യൂസ്ഫുൾ വൺ, ഉപകാരമുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട്, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വെർബാണ്. അണ്ടർസ്റ്റാൻഡ് എന്നാണ്, ടു അണ്ടർസ്റ്റാൻഡ്. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദ മെറ്റീരിയൽ യൂസ്ഡ് ബൈ ദ ബ്രാൻഡ്സ്,
ഓരോ കമ്പനികളും ബ്രാൻഡുകളും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതാണ്, അതിന് വേണ്ട മെറ്റീരിയൽസ് ഏതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. മന്ത്സ് പാസ്ഡ്, മാസങ്ങൾ കടന്നുപോയി. ആൻഡ് ബബ്ലു പോക്യൂർഡ് ഡിഫറെന്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ. ബബ്ലു എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, പോക്യൂർഡ് അദ്ദേഹം വരുത്തിച്ചു ഡിഫറെന്റ് ക്വാളിറ്റീസ്, വ്യത്യസ്ത ക്വാളിറ്റികളിലുള്ള കോട്ടൺ പന്നികൾ അദ്ദേഹം വരുത്തിച്ചു. ആൻഡ് അതർ മെറ്റീരിയൽസ്, മറ്റുള്ള മെറ്റീരിയലുകളും ടു മേക്ക് പാഡ്സ്, പാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള കോട്ടൺ പന്നിയും അതുപോലെ തന്നെ മറ്റുള്ള മെറ്റീരിയൽസും ഒക്കെ അദ്ദേഹം എന്താണ് വരുത്തിച്ചു എന്നാണ് പറയുന്നത്. He continued his experiments, knowing that the most women used unclean rags instead of sanitary napkins, as they could not afford them. He continued, അദ്ദേഹം തുടർന്നു, his experiments, അദ്ദേഹത്തിന്റെ പരീക്ഷണം അദ്ദേഹം തുടർന്നു, knowing that, അറിഞ്ഞുകൊണ്ട്. എന്താണ് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം? ദ മോസ്റ്റ് വുമൺ, ഭൂരിഭാഗം സ്ത്രീകളും യൂസ്ഡ്, ഉപയോഗിച്ചിരുന്നത് അൺക്ലീൻ റാക്സ്, വൃത്തിയില്ലാത്ത, അൺക്ലീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത, റാക്സ് തുണി കഷ്ണങ്ങളായിരുന്നു, ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ്, സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് വൃത്തിയില്ലാത്ത തുണികളായിരുന്നു സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പരീക്ഷണം കണ്ടിന്യൂ ചെയ്തു തുടർന്നു. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ തുണി ഉപയോഗിക്കുന്നത്? ആസ്, കാരണം ദേ കുഡ് നോട്ട് അഫോർഡ്, അവർക്ക് താങ്ങാനായിരുന്നില്ല. താങ്ങാന്ന് പറഞ്ഞാൽ പണം കൊണ്ട് താങ്ങാനായിരുന്നില്ല. അവ ഈ സാനിറ്ററി നാപ്കിൻസ് വാങ്ങാനുള്ള പണം അവരെ കൊണ്ട് എന്ത് ചെയ്യില്ല, അഫോർഡ് ചെയ്യാൻ കഴിയില്ല, അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? തുണി ഉപയോഗിക്കുന്നു. ഹി ഓൾസോ ന്യൂ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ദാറ്റ് ദിസ് മെയ്ഡ് ദം പ്രോൺ ടു ഡിസീസ്. എന്ത് ഇങ്ങനെ ഇത് എന്ന് പറഞ്ഞാൽ തുണി ഉപയോഗിക്കുന്നത്, മെയ്ഡ് ദം അവരെ ആക്കുന്നു, പ്രോൺ സാധ്യതയുള്ളവരാക്കി മാറ്റുന്നു, ടു ഡിസീസ് രോഗമുള്ള അവസ്ഥയിലേക്ക്. അപ്പൊ ഇങ്ങനെ തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസീസ് ഉണ്ടാവും, രോഗമുണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നോ വൺ എൽസ് അപ്പിയർഡ്, ഒരാളെ പോലും കാണപ്പെട്ടില്ല. നോ വൺ എൽസ്, ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പിയർഡ്, കാണപ്പെട്ടില്ല. ടു ബി ബോധേർഡ് ബൈ ദിസ്, ഇക്കാര്യത്തിൽ ഒരു ബോധർ, അലട്ടല് ആർക്കും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നത്തെ കുറിച്ച് ആരും ചിന്തിച്ചില്ല, ഒരു അലട്ടൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ഹി ലുക്ക്ഡ് അറ്റ് ദ ലിറ്റിൽ ഗേൾസ് റണ്ണിങ് അറൌണ്ട് ദ നെയ്ബർഹുഡ്. ഹി ലുക്ക്ഡ്, അദ്ദേഹം ഇങ്ങനെ നോക്കി. അറ്റ് ദ ലിറ്റിൽ ഗേൾസ്, അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികളെ അദ്ദേഹം നോക്കി. റണ്ണിങ് അറൌണ്ട് ദ നെയ്ബർഹുഡ്, ആ ചുറ്റുപാടില്, അദ്ദേഹത്തിന്റെ ചുറ്റുപാട്, നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ഓടിക്കളിക്കുന്ന കുട്ടികൾ അദ്ദേഹം നോക്കി, പെൺകുട്ടികൾ അദ്ദേഹം നോക്കി. ദേ കുഡിൻ ഇവൻ ബൈ, അവർക്ക് വാങ്ങാൻ പോലും കഴിയില്ല എ ഗുഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ്, ചെരുപ്പ് പോലും വാങ്ങാൻ കഴിയാത്ത, ഒരു സ്ലിപ്പേഴ്സ് പോലും വാങ്ങാൻ കഴിയാത്ത പെൺകുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്രയും പാവപ്പെട്ട, സാമ്പത്തികമായിട്ടില്ലാത്ത കുട്ടികളാണ്. ഹൗ കുഡ് ദേ എവർ അഫോർഡ്, അവർക്ക് എങ്ങനെയാണ് സാധിക്കുക, ടു ബൈ സാനിറ്ററി പാഡ്സ് മന്ത്സ് ആഫ്റ്റർ മന്ത്സ്, ഓരോ മാസവും സാനിറ്ററി നാപ്കിൻസ് വാങ്ങാൻ ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് സാധിക്കുക എന്ന് അദ്ദേഹം ആലോചിച്ചു. അപ്പോൾ അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികളൊക്കെ വളരെ പാവപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടികളാണ്. ഒരു ചെരുപ്പ് പോലും, സ്ലിപ്പേഴ്സ് പോലും അവർക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാം, അവർക്ക് പീരീഡ്സ് ആവുമ്പോൾ അല്ലെങ്കിൽ ആർത്തവം വരുമ്പോൾ അവരെങ്ങനെയാണ് ഓരോ മാസത്തിലും എന്ത് ചെയ്യുക, ഈ സാനിറ്ററി നാപ്കിൻസ് വാങ്ങാൻ കഴിയുക എങ്ങനെയാണെന്ന് അദ്ദേഹം ആലോചിച്ചു. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ അദ്ദേഹം വലിയ പണമാണ് കൊടുത്തത് അല്ലെ. അപ്പൊ ഏറ്റവും ചെറിയ ചീപ്പായിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്നാണ് അദ്ദേഹം പരീക്ഷണം നടത്തുന്നത്. അത് അദ്ദേഹം ചെയ്തു, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു, അത് തുടർന്നുകൊണ്ടേയിരുന്നു. However, എങ്ങനെയൊക്കെയാണെങ്കിലും ഹിസ് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഹിസ് ഒബ്സഷൻ കോസ്ഡ് സം അൺറെസ്റ്റ് ഇവൻ ഇൻ ദി ഫാമിലി. ഹിസ് എക്സ്പെരിമെന്റ്സ്, അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളും, ആൻഡ് ഹിസ് ഒബ്സഷൻ, അദ്ദേഹത്തിന്റെ അഗാധമായ ചിന്തയും. അതായത് ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ ഒരേ കാര്യത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ആ അവസ്ഥയാണ് ഒബ്സഷൻ എന്ന് പറയാം. അതും കോസ്ഡ്, കാരണമായി, സം അൺറെസ്റ്റ്, ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ. അൺറെസ്റ്റ് എന്ന അസ്വസ്ഥത, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഇവൻ ഇൻ ദ ഫാമിലി, അയാളുടെ കുടുംബത്തിൽ പോലും. അപ്പോൾ അയാൾ ഇതിന്റെ പിന്നാലെ തന്നെ പോകുന്നത് അയാളുടെ കുടുംബത്തിൽ പോലും എന്തുണ്ടാക്കി, പ്രശ്നങ്ങളും അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കി. ഹിസ് മദർ, അയാളുടെ അമ്മ, ബിസീച്ച്ഡ് ഹിം ടു സ്റ്റോപ്പ് ദ എക്സ്പെരിമെന്റ്സ്. എന്താണ് ബിസീച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെഞ്ചി, അപേക്ഷിച്ചു, ഹിം അദ്ദേഹത്തോട്, ടു സ്റ്റോപ്പ്, നിർത്താൻ, ദ എക്സ്പെരിമെന്റ്സ്, ഈ പരീക്ഷണങ്ങൾ. സെയിങ് ദാറ്റ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അമ്മ നിർത്താൻ വേണ്ടി പറയുന്നത്. എന്താണ്, ദ ഹോൾ ഫാമിലി വുഡ് ബി ഡിസ്ഗ്രേസ്ഡ് ബൈ ഹിസ് സോർഡിഡ് ഇൻട്രസ്റ്റ് ഇൻ വുമൻസ് മെൻസ്ട്രൽ സൈക്കിൾ. എന്താണ് അമ്മ പറഞ്ഞത്? ദ ഹോൾ ഫാമിലി, ആ കുടുംബം മുഴുവൻ, വുഡ് ബി ഡിസ്ഗ്രേസ്ഡ്, അപമാനിക്കപ്പെടുന്നു, ബൈ, എന്ത് കാരണമായിട്ട്, ഹിസ് സോർഡിഡ് ഇൻട്രസ്റ്റ്, അദ്ദേഹത്തിന്റെ ഹീനമായ, വൃത്തികെട്ട ഇൻട്രസ്റ്റ്, താല്പര്യം കൊണ്ട്, എന്തിലാണ് അദ്ദേഹത്തിന്റെ താല്പര്യം? വുമൻസ് മെൻസ്ട്രൽ സൈക്കിൾസ്, സ്ത്രീകളുടെ ആർത്തവം ഉണ്ടല്ലോ, ആർത്തവത്തിൽ അദ്ദേഹത്തിനുള്ള ഹീനമായ താല്പര്യം കാരണമായിട്ട് കുടുംബം അപമാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ഇതൊന്ന് നിർത്താൻ വേണ്ടി അമ്മ കെഞ്ചി. അപ്പോ അദ്ദേഹം ശരിക്കും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം നടത്തുന്നത്. എങ്ങനെ ചീപ്പായിട്ട്, എങ്ങനെ കുറഞ്ഞ വിലയിൽ എന്ത് ചെയ്യാം, ഈ സ്ത്രീകൾക്ക് നല്ല ഹൈജീനിക് ആയിട്ടുള്ള, പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത, രോഗങ്ങൾ ഉണ്ടാക്കാത്ത തുണിക്ക് പകരമായിട്ട് നാപ്കിൻസ് ഉപയോഗിക്കാമെന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പരീക്ഷണം നടത്തുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ അവർക്ക് മാനക്കേട് അല്ലെങ്കിൽ അപമാനം ഉണ്ടായത് കൊണ്ട് അമ്മ അയാളോട് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്.
The news was gradually spreading in the village, and the villagers entangled the whole family in a mesh of coarse whispers and rude glances. The news was gradually spreading. The news, ആ വാർത്ത, ഇങ്ങനെ ഇദ്ദേഹം നടത്തുന്ന പരീക്ഷണങ്ങളുടെ വാർത്തയുണ്ടല്ലോ, വാസ് ഗ്രാജുവലി, അത് കാലക്രമേണ സമയം മുന്നോട്ട് പോകുന്തോറും സ്പ്രെഡിങ്, പരന്നിരുന്നു, ഇൻ ദി വില്ലേജ്, ആ ഗ്രാമത്തില്. ആൻഡ് ദ വില്ലേജസ്, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഗ്രാമവാസികളുണ്ടല്ലോ, എൻറ്റേഗിൾഡ്, അകപ്പെടുത്തി. അവർ ആരെയാണ് അകപ്പെടുത്തിയത്? ദ ഹോൾ ഫാമിലി, ആ കുടുംബത്തെ മുഴുവൻ അകപ്പെടുത്തി. ഇൻ എ മെഷ്, ഒരു കെണിയില്. എന്ത് കെണിയിലാണ് ആ കുടുംബത്തെ മുഴുവൻ ആ നാട്ടുകാർ അകപ്പെടുത്തിയത്? ഓഫ് കോഴ്സ് വിസ്പേഴ്സ്, മോശമായ വിസ്പേഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രിക്കുക. നമ്മള് ചെവിയിൽ ഇങ്ങനെ കുശു കുശു പറയില്ലേ, അങ്ങനെ ഈ കുടുംബത്തെ കുറിച്ച് ആ നാട്ടുകാരെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? മോശപ്പെട്ട, കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട രീതിയിൽ വിസ്പേഴ്സ്, മന്ത്രിക്കാൻ തുടങ്ങി. ആൻഡ് റൂഡ് ഗ്ലാൻസസ്, അത് മാത്രമല്ല റൂഡ്, മോശമായ രീതിയിൽ ഗ്ലാൻസസ്, നോക്കാൻ തുടങ്ങി. അപ്പോ ഇയാളുടെ ഈ ഒരു ശ്രമം, ഈ ഒരു എക്സ്പെരിമെന്റ്, പരീക്ഷണം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് നാട്ടിൽ പരന്നു. ആ നാട്ടുകാരെല്ലാം ഇവരെന്ത് ചെയ്യാണ്? മോശപ്പെട്ട രീതിയിൽ അവരെ കുറിച്ച് സംസാരിക്കുകയും അവരെ നോക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ബബ്ലു വാസ് ഗ്ലൂമി ഫോർ എ വൈൽ അറ്റ് ദ തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെന്റ്സ്. ബബ്ലു, നമ്മുടെ ബബ്ലു ഉണ്ടല്ലോ, വാസ് ഗ്ലൂമി, അദ്ദേഹം ഒരു മൂകമായ, സങ്കടമായ അവസ്ഥയിലായിരുന്നു. ഫോർ എ വൈൽ, കുറച്ചു നേരത്തേക്ക്. അറ്റ് ദ തോട്ട്, അദ്ദേഹം ചിന്തിച്ചു, ഓഫ് സ്റ്റോപ്പിംഗ്, നിർത്താൻ, ഹിസ് എക്സ്പെരിമെന്റ്സ്, അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണങ്ങളൊക്കെ നിർത്താൻ പോലും അദ്ദേഹം ചിന്തിച്ചു. ബട്ട് പക്ഷേ, ഹി ഡിവൈസ്ഡ് an ഐഡിയ, അദ്ദേഹം ഒരു ഐഡിയ ആസൂത്രണം ചെയ്തു. ഡിവൈസ് എന്നാണ് ആസൂത്രണം ചെയ്തു. ഒരു ഐഡിയ അദ്ദേഹം ആസൂത്രണം ചെയ്തു. എന്താണ്? ടു കണ്ടക്ട് എക്സ്പെരിമെന്റ്സ്, ഈ പരീക്ഷണങ്ങൾ നടത്താൻ, ഓൺ ഹിംസെൽഫ്, അദ്ദേഹത്തിൽ തന്നെ, റാദർ ദാൻ അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മറ്റുള്ളവരെ ഉപയോഗിക്കാതെ അദ്ദേഹത്തിൽ തന്നെ പരീക്ഷണം നടത്താൻ വേണ്ടി അദ്ദേഹം ഒരു ഐഡിയ ആസൂത്രണം ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ, ഹി കളക്ടഡ്, അദ്ദേഹം കളക്ട് ചെയ്തു, സം ബ്ലഡ്, കുറച്ച് ബ്ലഡ്, രക്തം അദ്ദേഹം കളക്ട് ചെയ്തു. യൂസിങ് എ റബ്ബർ ട്യൂബ്, ഒരു റബ്ബർ ട്യൂബ് ഉപയോഗിച്ചിട്ട്. ഹി എക്സ്പെരിമെന്റഡ്, അദ്ദേഹം എന്ത് ചെയ്തു? പരീക്ഷണം നടത്തി. വിത്ത് നാപ്കിൻസ് ഹിംസെൽഫ്, അദ്ദേഹം നിർമ്മിക്കുന്ന ഈ നാപ്കിൻ, ഈ പാടുകൾ ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? പരീക്ഷണം നടത്തുകയാണ്. വൺ ഡേ, ഒരു ദിവസം, ലാറ്റ, ഹിസ് നെയ്ബേഴ്സ് പാരൽസ് ഡോട്ടർ, അദ്ദേഹത്തിന്റെ അയൽവാസിയായ പാറുളുടെ മകളായിട്ടുള്ള ലൈറ്റ എന്ന് പറയുന്ന പെൺകുട്ടി, ഹാപ്പൻ ടു സീ, കാണാനിടയായി, ഇത്. അപ്പൊ അദ്ദേഹത്തിൽ തന്നെ ഇത് പരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പരീക്ഷണം നടത്തുന്നത് അയൽവാസിയായിട്ടുള്ള ഒരു ചെറിയ കുട്ടി കാണാനിടയായി. ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, ഓൾ കൈൻഡ്സ് ഓഫ് റൂമേഴ്സ്, എല്ലാ തരത്തിലുള്ള അപവാദവും, റൂമേഴ്സ് ആണ് അപവാദം, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പറയില്ലേ, കുശുകുശു പറയില്ലേ, അത് സ്പ്രെഡ് ഓവർ, പരന്നു, ദ സ്മോൾ ടൗൺ, ആ കുഞ്ഞു പട്ടണത്തിൽ, ആ നാട് മുഴുവൻ അത് പരന്നു. അണേബിൾ ടു ബിയർ, സഹിക്കാനാവാതെ, അണേബിൾ എന്ന് പറഞ്ഞാൽ കഴിയാതെ, ടു ബിയർ, സഹിക്കാനാവാതെ, ദ ഹ്യൂമിലിയേഷൻ, ആ അപമാനം സഹിക്കാനാവാതെ, ബബ്ലൂസ് വൈഫ്, ബബ്ലുയുടെ ഭാര്യ ഉണ്ടല്ലോ, നമ്മുടെ ഗൗരി എന്ന് പറയുന്ന ഭാര്യ, ലെഫ്റ്റ് ഹിം, അയാളെ വിട്ടുപോയി. ഷി സെറ്റ്, അവൾ പറഞ്ഞു, ഷി വുഡ് ഓൺലി റിട്ടേൺ, അവൾ തിരിച്ചു വരിക എപ്പോൾ മാത്രമാണ്? വെൻ ഹി ഗേവ് അപ്പ്, അയാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ മാത്രം, ഹിസ് മാഡ്നസ്, അയാളുടെ ഭ്രാന്ത്. അപ്പൊ ഈ ഭ്രാന്ത് ഒഴിവാക്കിയാൽ മാത്രമേ തിരിച്ചു വരുള്ളൂ എന്ന് ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം എന്താണ്? അദ്ദേഹം ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടും പരീക്ഷ നടത്തുകൊണ്ടും നാട്ടുകാർ മുഴുവൻ കളിയാക്കിയിട്ട്. പിന്നീടോ, ഹിസ് മദർ ടു ഫോളോഡ് സ്യൂട്ട്, ഹിസ് മദർ ടു, അയാളുടെ അമ്മയും, ഫോളോഡ്, പിന്തുടർന്നു, സ്യൂട്ട്, ഇതേ ശ്രമം. ഭാര്യ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ആരും പിന്തുടർന്നത്? അമ്മയും പിന്തുടർന്ന് അയാളുടെ വിട്ടിട്ട് പോയി. ഹി ഹാഡ് ലോസ്റ്റ്, അദ്ദേഹത്തിന് നഷ്ടമായി, ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യയെ. ഹിസ് ഫാമിലി, അദ്ദേഹത്തിന്റെ കുടുംബത്തെ നഷ്ടമായി. ഹിസ് ഫ്രണ്ട്, അയാളുടെ സുഹൃത്തുക്കളെ നഷ്ടമായി. ആൻഡ് മണി, പണം പോലും അദ്ദേഹത്തിന് നഷ്ടമായി. ഒരുപാട് പണം അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകൾക്ക് ഒരു കാര്യം, നല്ലൊരു ജീവിതം, അല്ലെങ്കിൽ നല്ലൊരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അമ്മയെയും സുഹൃത്തുക്കളെയും പണമൊക്കെ ഒരുപാട് നഷ്ടമായി. ഈ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തണമെങ്കിൽ കുറെ സാധനങ്ങൾ അദ്ദേഹം വാങ്ങുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്, ചിലതെന്ത് ചെയ്യും? പാളും. അപ്പൊ വീണ്ടും മറ്റുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്യും. ഒരുപാട് പണം അദ്ദേഹത്തിന് എന്തുണ്ട്? ചിലവുണ്ട്. അത് ആ പണം ഉണ്ടല്ലോ, ഹി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ്, അദ്ദേഹത്തിന് അങ്ങനെ വേസ്റ്റ് ആക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല. ഒരുപാട് പണമുള്ള ആളൊന്നും അല്ല അദ്ദേഹം. അപ്പോ അത്ര വേസ്റ്റ് ആക്കാൻ പണമില്ലെങ്കിൽ പോലും ആ പണമൊക്കെ അദ്ദേഹം എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഇതിനു വേണ്ടി ചെലവഴിച്ചിരുന്നു. ഓൾ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ പെർസ്യൂട്ട്, അദ്ദേഹത്തിന്റെ ശ്രമത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഓഫ് ദി സാനിറ്ററി പാഡ് പ്രൊജക്ട്, ഒരു സാനിറ്ററി പാഡ് ഉണ്ടാക്കാനുള്ള ഒരു പ്രൊജക്ട്, ഒരു പദ്ധതി, അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിന് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു, ഫാമിലി നഷ്ടപ്പെട്ടു, പണം ഒരുപാട് നഷ്ടപ്പെട്ടു. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? സമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വളരെ ചിലവുള്ള, വളരെ വിലയേറിയ സാനിറ്ററി നാപ്കിൻസ് സ്ത്രീകൾക്ക് വളരെ കുറഞ്ഞ പൈസക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളായിരുന്നു അതെല്ലാം. ബബ്ലു വാസ് എ സിമ്പിൾ വെൽഡർ, ബബ്ലു ഒരു സിമ്പിൾ ആയിട്ടുള്ള വെൽഡർ ആയിരുന്നു, ഒരു സാധാരണ വെൽഡർ ആയിരുന്നു.
ഹൂസ് ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതം ഹാഡ് ബീൻ റിപ്പഡ് അപ്പാർട്ട്, അതാകെ തകർന്നു പോയി. കാരണം എന്താ, ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് അദ്ദേഹം. സാമൂഹികമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു ഉപകാരം എന്ന നിലമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത്രയും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ആകെ തകർന്നു. ആൻഡ് ഓൾ ബിക്കോസ്, ഇതെല്ലാം കാരണം എന്താണ്, ഹി ഹാഡ് വാണ്ടഡ്, അദ്ദേഹത്തെ ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ്, ടു ഗീവ് ഗൗരി എ ഗിഫ്റ്റ്, ടു ഗീവ് ഗൗരി, ഗൗരിക്ക് നൽകാൻ, അദ്ദേഹത്തിന്റെ ഭാര്യക്ക് നൽകാൻ, എ ഗിഫ്റ്റ്, ഒരു സമ്മാനം. എ ഗിഫ്റ്റ്, ഒരു സമ്മാനം, ഫോർ ഓൾ ദി പുവർ വുമൺ, എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും, ഇൻ ദി വില്ലേജ്, ആ ഗ്രാമത്തിലും, ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്, ആ ഗ്രാമത്തിന് പുറത്തും. അപ്പൊ അദ്ദേഹം തന്റെ ഭാര്യക്കും അതുപോലെ എല്ലാ സ്ത്രീകൾക്കും, അതായത് ഈ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാനിറ്ററി നാപ്കിൻസ് ഒരു സമ്മാനമായിട്ട് നൽകാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബവും പണവും ഫ്രണ്ട്സും ഭാര്യയൊക്കെ നഷ്ടപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നു എന്നാണ് പറയുന്നത്. അഡാപ്റ്റഡ് ഫ്രം എ സാനിറ്ററി മാൻ ഫ്രം എ സാനിറ്ററി ലാൻഡ്, ഇത് അഡാപ്റ്റഡ്, ഇത് എവിടെ നിന്ന് എടുത്തതാണ്, ഫ്രം എ സാനിറ്ററി മാൻ ഫ്രം എ സാനിറ്ററി ലാൻഡ് എന്ന് പറയുന്ന കഥയിൽ നിന്ന് എടുത്ത ചെറിയൊരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ബബ്ലുവിന് അതിനുശേഷം എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ബബ്ലു ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന യഥാർത്ഥ ജീവിതത്തിലുള്ള ഒരാളാണ്. ഇതിങ്ങനെ ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് ബബ്ലു എന്നുള്ള പേരിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ഇന്റർവ്യൂ, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഇതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടിലായിട്ട് ചർച്ച ചെയ്യാം. ഇന്റർവ്യൂ എന്താണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ നമുക്ക് ചർച്ച ചെയ്യാം.